നീ എന്നാക്കുന്നു? ഇന്ന് മുതൽ ഞാനാ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഭക്ഷണം മാത്രമല്ല, അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കാൻ പോകുന്നത്. നിനക്ക് 1/2 ഗ്ലാസ് ചായ വേണം. അര ഗ്ലാസ് എന്നല്ലേ പറഞ്ഞത്? അച്ഛന് വേണ്ടത് കുടിച്ചാ പോരെ? വേണ്ടതല്ലേ ചോദിച്ചത്, അത് തന്നാ പോരെ? അടാ എങ്ങോട്ടാ? കുളിക്കണം. അതിന് ഇവനെന്തിനാ? പിന്നെ ഒറ്റയ്ക്കാ പോണ്ടത്? ആടെ വെച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഞാൻ വന്നോളാം, നീ ഇടുന്നാ മതി. അകത്ത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അരകല്ലപ്പുറത്തുണ്ട്. നന്നായിട്ട് അരയണം, എന്നാലും രുചി ഉണ്ടാവും. കടുക് നന്നായിട്ട് പൊട്ടണം, കരിയാതെ നോക്ക്. വാ. സുബ്ബു, എങ്ങോട്ടാ അച്ഛൻ്റെ പുര? ഞാനൊന്ന് കുളിക്കാൻ, ഇവനെന്റെ തല ഓർത്താൻ. എന്തേ? ഒന്നുമില്ലപ്പോ, വെറുതെ വെച്ചതാ. അച്ഛൻ ശരിക്കും നാണം കൃത്യം പറഞ്ഞില്ലേ? നാണക്കേടാ? അങ്ങനെയാണെങ്കിൽ 10-12 കൊല്ലം നിന്റെ തല ഓർത്ത് ഞാൻ നാണം കെട്ട് ചത്തുപോണമായിരുന്നല്ലോ. ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ റോബോട്ടിനെ വാങ്ങിക്കാൻ അയ്യാക്ക് ഇടുന്ന ഈ പൈസ. റോബോട്ടിന് ലീവാണല്ലേ? ഇതാരുണ്ടാക്കിയെന്നാ പറഞ്ഞു? ടോമി. ഞാൻ പൊട്ടനെന്നാന്ന് വിചാരിച്ചത്? കഴിഞ്ഞ 3-4 മാസമായിട്ട് ആ ഇരുമ്പും കഷ്ണം എന്നെ നോക്കുന്നത്. സകല തെറിയും കേട്ടിട്ട് എനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നത്, കുളിപ്പിച്ചത്, ചിരിപ്പിച്ചത്, പറയുന്ന അനുസരിക്കാൻ അല്ലാതെ മറുത്തൊന്നും സംസാരിച്ചിട്ടില്ല. എന്നെ പേടിപ്പിച്ചിട്ടുമില്ല ഇതുവരെ. ഓനെ കുഞ്ഞിനെ പോലെ നോക്കണം, എല്ലാം പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തന്നിട്ട് നീ റഷ്യയിലും അമേരിക്കയിലും ഒക്കെ പോയ സമയത്ത് ഈടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഓനും ഇവിടെ ഉണ്ടായുണ്ട. ഓൻ നിനക്ക് അലക്കാനും വെക്കാനുമുള്ള മെഷീനായിരിക്കും, എനിക്കത് മോനാന്ന്. ഓൻ പോയാൽ ഏറ്റവും നിൽക്കോ? നീ നിൽക്കോ? ആ കുടത്തിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ നടന്നിട്ട് എത്ര കൊല്ലായി? അതിന് നേരമില്ലാത്ത നീയാന്നാ എന്നെ നോക്ക ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇനി അഥവാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്നാൽ തന്നെ ഞാനൊന്ന് കിടന്നു പോയാൽ എൻ്റെ തീട്ടം കോരാൻ നിനക്ക് പറ്റൂല. ഉടനെ അടുത്ത കർത്തയാണ് വരും. ഒന്ന് അടുത്തിരുന്ന് മിണ്ടാനും പറയാനും വേണ്ടിയിട്ടാ ചെസ് കളിക്കാൻ വിളിക്കുന്നത്. അതിന് നിനക്ക് കരയാൻ പറഞ്ഞല്ല, നിനക്ക് പകരമാകാൻ
ഓനാവൂല. ഓന് പകരാകാൻ നിൽക്കും. അച്ഛത്തെ വേളുമ്പം ശരി അതിനെ തിരിച്ചു കൊടുക്കണം. 4 മാസത്തേക്ക് തന്നു വിട്ടണ അതിനെ ഇനി വെക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സമ്മതിക്കൂല, കമ്പനി സമ്മതിക്കൂല, എനിക്ക് അതിനുള്ള പെർമിഷനും ഇല്ല. ഇതുപോലുള്ള ബാക്കി റോബോട്ടൊക്കെ തകരാറിലായി. ഇത് ഉറപ്പായിട്ട് അച്ഛനെ അവിടെ എടുത്തു വെച്ചാ. ലോകത്ത് എത്ര എടുത്ത് മക്കൾ അച്ഛന്മാരെ കൊല്ലുന്നുണ്ട് എന്ന് വെച്ചാ അച്ഛന്മാരും മക്കളെ ഉണ്ടാക്കാതിരിക്കുന്നുണ്ടോ? ഉണ്ടോ? വീടിൽ പണിക്കൂടുന്ന ഈ സാധനമാണ് അച്ഛനെ വലുത്. ഏത് സമയത്താണ് അച്ഛനെ മൈൻഡ് ആയിരുന്നിട്ടുള്ള? എപ്പോഴാണ് അച്ഛന്റെ പ്രശ്നം നോക്കാതിട്ടുള്ള? ഇവിടെ അച്ഛനോട് ചൊറിയും കുത്തിക്കാരത്ത് എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇയാൾ പോക. ഇത് ഉറപ്പായിട്ട് അച്ഛനെ കൊല്ലു വെച്ചാ. ഓൻ എന്നെ ഒന്നും ചെയ്യൂല. അത് നിങ്ങളുടെയൊക്കെ തോന്നലാന്ന്. പാപ്പാ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ആരൊക്കെയോ ചേർന്ന് പ്രോഗ്രാം ചെയ്തു വിട്ട ഒരു സാധനമായത്. നമ്മൾ മനുഷ്യരെ പോലെയല്ല. നമ്മൾ അങ്ങനെ തന്നെ അല്ലേ? ആരോ പ്രോഗ്രാം ചെയ്ത് വിട്ടവര്. ഞാൻ അതിനെ തലയിലെഴുത്ത് എന്ന് പറയും. നിങ്ങൾ അതിനെ പ്രോഗ്രാമോ എന്ത് കുന്താന്ന് വെച്ചാൽ വിളിച്ചോ. എല്ലാം കളഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛനെ നോക്കാനാണ്. അതിന് തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല. എന്നെ പോലീസ് പിടിക്കുന്നത് കേസാവും. അച്ഛൻ എന്താ വിചാരിച്ചേ? ഞാൻ അച്ഛനെ കൂടെ നിൽക്കണമെന്നല്ലേ? ഇതിനെ ഏടെ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഭാസ്കരൻ. സമയം 7:30. താങ്കളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി.